ബട്ട്വാരയിൽ നിന്ന് ധാരാലിയിലേക്കുള്ള 35 കിലോമീറ്റർ യാത്ര വാഹനത്തിലൂടെ സാധ്യമല്ല. അതുകൊണ്ട് നടന്നു നോക്കാനാണ് തീരുമാനം. വളരെയധികം സാഹസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ റൂട്ടിലൂടെ വേണം പോകാനായിട്ട്. ബട്ട്വാരയിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം, അവിടെ ഒരു ബുൾഡോസർ നിന്ന് മല തുരന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഹനങ്ങൾ, പ്രത്യേകിച്ചും NDRFന്റെയും മറ്റ് SDRFന്റെയും എല്ലാം മെഡിക്കൽ സംഘത്തിന്റെ എല്ലാം വാഹനങ്ങൾ ഇതിലൂടെ മുന്നോട്ട് കടത്തിവിടാൻ വേണ്ടി അതിനായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് BRO നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കുന്ന് കയറി ഇറങ്ങി ഈ റോഡ് പൊട്ടിയതിന്റെ മറുഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാലം കാണാൻ, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോഴും ഏകദേശം 35-40 കിലോമീറ്ററാണ് ഇവിടുന്ന് ഈ ദുരന്ത സ്ഥലത്തിലേക്ക്. റാലി തक जाने की कोशिश कर रहे हैं. अगर रास्ता ठीक हुआ है तो वहाँ जाएंगे, पक्का जाएंगे. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടെ ഈ റോഡ് തകർന്നവിടെ നിന്നും ഈ പറയുന്ന ഗംഗനാനിയിലേക്കും മുന്നോട്ട് ഹർഷിലേക്കും പിന്നീട് ധരാലിയിലേക്കും പോകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അതായത് മല ചുറ്റി വരണം, പിന്നീട് ഇവിടെയുള്ള വണ്ടികളുടെ ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഇങ്ങനെ കയറി പോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. വണ്ടി അവിടെ നിർത്തി ഞങ്ങളോട് ഇറങ്ങി നടക്കാൻ പറയുകയായിരുന്നു. കാരണം വാഹനം അവിടെ വരെ വരുള്ളൂ, മുന്നോട്ടുള്ള റോഡ് ബ്ലോക്കാണ്. നോക്കൂ, ആ റോഡൊക്കെ എങ്ങനെ തകർന്നു കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും ഭീഷണിയുണ്ട്. ആ വക്കത്തുകൂടെ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ താഴേക്ക് വീണ്ടും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്രാമത്തിലേക്ക്, ഒറ്റപ്പെട്ടു പോയ ധരാലി ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഒറ്റപ്പെട്ട് കിടക്കുന്ന ധരാലിയിലേക്കും ഹർഷിലേക്കും ഒന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അത്രയും വെല്ലുവിളികളാണ് മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളും. ഗംഗയാനിയിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.